അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ. എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. അതിലിങ്ങനെ എഴുതാമായിരുന്നു: നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് പോക്സോ ലംഘനത്തിന് സംരക്ഷണം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. ദ റിയൽ കേരള സ്റ്റോറി പൊളിഞ്ഞോ? വൈറൽ കല്യാണത്തിൽ CPM കുടുങ്ങിയോ? പോക്സോ കേസിൽ CPM നേതാക്കൾ പ്രതികളാവുമോ? വിവാഹം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചതാണോ CPMനെ കുരുക്കിയത്? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി V ശിവൻകുട്ടിക്കും A റഹീം MPക്കും മൗനമാണോ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. യഥാർത്ഥത്തിൽ CPM ഇവിടെ കെണിയിലായത് എങ്ങനെയാണ്? ഈ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതായത് 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അതും സമൂഹത്തിലെ ഏറ്റവും താഴെ ശ്രേണിയിൽ നിന്ന് വരുന്ന കുട്ടി, അതിലുപരി പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഒരാൾ വശീകരിച്ച് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിസിഡൻസ് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കണം. അത് ശരിയാ, അത് ശരിയാ. അത് കേട്ട വഴി കേൾക്കാത്ത വഴി, എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തിത്തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുകയും അത് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുകയും ചെയ്തതിന് ശേഷം ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കേരളത്തിൽ റിയലായിട്ട് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഏതാണ്ട് ഈ രീതിയിലാണ്. ഇത് മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇതുപോലത്തെ പരമ അബദ്ധങ്ങൾ, പമ്പര വിഡ്ഢിത്തങ്ങൾ CPM മാത്രമല്ല, മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതിൽ വളരെ പ്രാഥമികമായിട്ടൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതായത് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും തമ്മിലുള്ള വിവാഹം, അത് ഹിന്ദു മതാചാര പ്രകാരം നടത്തി കഴിഞ്ഞാൽ അത് യാതൊരു നിയമസാധുവും ഇല്ല. അതൊരു വിവാഹമേ അല്ല, ഒരു ഫേക്ക് മാരേജാണ്, ഒരു വ്യാജ വിവാഹം. അപ്പോൾ ഇത് ഗോവിന്ദൻ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാണ്ടാവില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ്. അതുപോലെ ശിവൻകുട്ടി സഖാവ്, അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB-കാരനാണ്. നമ്മുടെ ഡബിൾ റഹീം ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്. പുള്ളിക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം തന്നെ ഇതുപോലൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത്, അല്ലല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അങ്ങനെയേ കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇതറിയാത്ത ആളൊന്നുമല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതുകൊണ്ട് ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം രണ്ടാമല്ലോ വരുന്നത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ് ആ പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം മുതലേ തന്നെ ഈ പെൺകുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ എന്ന് വാദിക്കുന്നുണ്ട്. അപ്പൊ അത് പരിശോധിച്ചതിന് ശേഷപ്പെട്ട് ചെയ്യാനായിട്ട് ആര് പറഞ്ഞാണ് ശരിയെന്ന് അറിയണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിച്ചതിന് ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ ലാത്തിയടിക്കുകയും ചെയ്യാതെ വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയോ? അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ. എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചിട്ട് ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. അതിന് പറ്റിയ ഒരാള് ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതാണ് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റോറിയെയും അതിന്റെ രണ്ടാം ഭാഗത്തെയും സർവ്വതാ സാധൂകരിക്കുന്ന നടപടിയാണ്
ഈ ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്ത മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം അല്ലേ, വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷെ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, ആ സ്വർഗം കേരളമാണ്, അവിടെ നടത്തി കൊടുത്തു. എന്താണ് ഇതിൻ്റെ അനന്തരഫലം? ശ്രീ വിനു മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും എല്ലാം പോക്സോ കേസിൽ പ്രതിയാകും. വരനായി വന്ന വ്യക്തിക്കെതിരെ ചുമത്തിയെന്ന് അറിയുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രകടമായിട്ടുള്ള വസ്തുതകളുടെ വെളിച്ചത്തിൽ മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും പോക്സോ കേസിൽ പ്രതിയാകും. ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ മധ്യപ്രദേശിലെ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് കേരളത്തിൽ വന്നു. അയാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അതിലൊക്കെ ഈ പാർട്ടി ഇടപെട്ട് നാറേണ്ട ഒരു കാര്യമില്ലല്ലോ. വെറുതെ പോകുന്ന ഈ പറന്നു പോകുന്ന സംഗതി വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ചെയ്തത്. എന്തിനാടപ്പ വഴി കൂടെ പോണ വയ്യാവേലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് നവോത്ഥാനമാണ്, പ്രബുദ്ധതയാണ്, മണ്ണാങ്കട്ടയാണ്, പിണ്ണാക്കാണെന്ന് പറയുന്നതാണ് നമുക്ക് അസഹ്യമായിട്ടുള്ളത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഏതായാലും May 4 വരെ സഹിച്ചാൽ മതിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് ആകെ ബാക്കി. May 4 മലയാളികൾ മിക്കവാറും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ശ്രീ പണിക്കർ, ഇനി എന്ത് നടക്കണം? ശ്രീ വിനു, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ പോക്സോ കേസിൽ ശരിയായ രീതിയിൽ നടപടികൾക്ക് വിധേയരാകേണ്ടതാണ്. ഈ ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത ശേഷം അന്ന് ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞ അതേ കാര്യം ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ്, ഞാനത് സമ്മതിക്കുകയാണ്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സോൾ. ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മധ്യപ്രദേശ് പോലീസിന്റെ കേസ് നിലനിൽക്കെ മൈനറായിട്ടുള്ള ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവുമായി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് നിയമവിരുദ്ധമായി ഇന്റർഫെയ്ത്ത് വിവാഹം നടത്തിക്കൊടുത്ത് ശൈശവ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് ആ പ്രണയത്തിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ച് കേരളമാണ് ഇതിനുള്ള സുരക്ഷിത ഇടം എന്ന് പ്രഖ്യാപിച്ച് മന്ത്രിയും MP-യും MLA-യും കൂട്ടുനിന്ന് 1 മണിക്കൂറിനകം സർക്കാരിന്റെ K-സ്മാർട്ട് വഴി മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പറഞ്ഞിരുന്ന ആൾക്കാരെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. സത്യത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സംവിധാനത്തിനെ K-സ്മാർട്ട് എന്നല്ല ഊള എന്നാണ് വിളിക്കേണ്ടത്. ഇമാതിരി ഊളത്തരമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചത്. ഒരു തരത്തിലുള്ള പരിശോധനയും ഇതിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ഇനി നാളെ ഒരുപക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ ഈ CPM-ന്റെ നേതാക്കൾ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരെ തിരിഞ്ഞു കൊത്തുന്നത് ദേശാഭിമാനിയാണ്. അതിന്റെ നേതൃത്വം CPM-ന്റെ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും FIR ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ദേശാഭിമാനി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അഡ്വക്കേറ്റ് AA റഹീം MP, പ്രാദേശിക CPIM നേതാക്കളായ അഡ്വക്കേറ്റ് PS ഹരികുമാർ, P രാജേന്ദ്രകുമാർ, അഡ്വക്കേറ്റ് അജിത്ത് കരിങ്കുളം, അനൂപ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഷിജിത്ത് ഷിവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉത്സാഹ കമ്മിറ്റിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ദേശാഭിമാനി തന്നെ മധ്യപ്രദേശ് പോലീസിന് ഒരു കാര്യം കൂടി അന്നത്തെ ദേശാഭിമാനി പത്രത്തിലുണ്ടായിരുന്നു ശ്രീ ശ്രീജിത്ത്, ഈ DYFIക്കാർ അവർക്ക് സുരക്ഷിത താമസം ഒരുക്കി കൊടുത്തു വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പ്രായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നും അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ദേശാഭിമാനി വളരെ കൃത്യമായിട്ട് അതേ വാർത്തയിൽ തന്നെ എഴുതിയിരിക്കുന്നത് പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയില്ല എന്ന നിലയിലെ കെട്ടുകഥകളും അനുബന്ധമായി ഇവർ പ്രചരിപ്പിച്ചു എന്നാണ്. അതായത് ഈ സംഘപരിവാറുകാരും അവരുടെ ചാനലുകളും മറ്റുള്ള ആൾക്കാരുമെല്ലാം ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയിട്ടില്ല എന്ന നിലയിൽ കെട്ടുകഥകൾ അന്ന് അനുബന്ധമായിട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട് അന്നേ തർക്കം നിലനിന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതിനെ അറിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്.
എന്നിട്ടോ തിരുവനന്തപുരത്ത് ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം ഇത്തരത്തിലുള്ള സംഘപരിവാർ കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ഇപ്പൊ ആരുടെ മുനയാണ് ഒടിഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് നമ്മൾ ഈ കാര്യം പുറത്ത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഇത് വരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ LDFന് വേണമെങ്കിൽ ഒരു പ്രചരണ ഹോർഡിംഗ് ഇറക്കാമായിരുന്നു കേരളം മുഴുവൻ. അതിലിങ്ങനെ എഴുതാമായിരുന്നു: നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് പോക്സോ ലംഘനത്തിന് സംരക്ഷണം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.